അബ്ബാരിയ ജാനകി സ്ട്രീറ്റ് ടു സ്റ്റേഡിയം. ഇനി നമ്മുടെ ഓടാം സ്ട്രീറ്റിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ISPL സീസൺ 3 ജനുവരിയിൽ വരാതിരിക്കുകയാണ്. അതിന്റെ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ISPL T10 ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. 1150 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത്. 3 ട്രയൽസ് ഉണ്ട്. ഈ 3 ട്രയൽസ് നിങ്ങൾ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾക്ക് ഓപ്ഷനിൽ എത്താനുള്ള അവസരം. നന്നായിട്ട് വൃത്തിയിൽ പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ എത്താം. അപ്പോൾ ISPL കളിക്കാനായിട്ട് ഏത് ലെവലിൽ ക്രിക്കറ്റ് കളിക്കണം? ഇപ്പോൾ നമ്മൾ ഒരു കേരള ടീമിൽ ഇറങ്ങണമെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ കളിക്കണം, ഡിസ്ട്രിക്ട് ലെവലിൽ കളിക്കണം, അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഓൾ ഇന്ത്യ ടൂർണമെന്റ്സ് ആണ് ഇതിന്റെ ബേസ്. പക്ഷെ നിങ്ങൾ ഏത് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു ആ സ്റ്റേറ്റിൽ നടക്കുന്ന ലൈവ് ടൂർണമെന്റ്സ് കളിക്കാനായിട്ട് ഫോക്കസ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രാഞ്ചൈസികൾക്ക് ഓപ്ഷൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കണ്ടേ? നിങ്ങൾ വിളിക്കാനായിട്ട് ഈ ലൈവ് ടൂർണമെന്റ്സ് ഉള്ളപ്പോൾ ഇതെല്ലാം യൂട്യൂബ് ലൈവ് സ്ട്രീമിൽ പോകുന്ന കാര്യമാണ്. ISPL നിങ്ങൾക്ക് മെയിനായിട്ട് സോണി സ്പോർട്സിലും സ്റ്റാർ സ്പോർട്സിലാണ് ലൈവ്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസികൾ നിങ്ങളിൽ എത്താനായിട്ട് ലൈവ് ടൂർണമെന്റ്സ് കളിച്ചാൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ലൈവ് ടൂർണമെന്റ്സ് കളിക്കാനായിട്ട് ഫോക്കസ് ചെയ്യുക. ഈ ഫ്രാഞ്ചൈസികൾക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരു ടൂളാണ് ലൈവ് ടൂർണമെന്റ്സ്. നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ ആ സ്റ്റേറ്റിൽ നടക്കുന്ന ഏറ്റവും നല്ല ടൂർണമെന്റ്സ് കളിക്കാനായിട്ട് ഫോക്കസ് ചെയ്യുക. അത് കളിച്ചാലാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തേടുന്നത്. പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള 3 ട്രയൽസ് ആണ് ISPL ഉള്ളത്. ഫസ്റ്റ് ട്രയൽസ് നമ്മുടെ കേരളത്തിലുണ്ട്. 3 ട്രയൽസും 3 ഡിഫറെന്റ് സ്റ്റേറ്റിലായിരിക്കും. ISPL കണ്ടക്ട് ചെയ്യുന്നത് സോൺ വൈസ് സെലക്ഷൻ ആയിട്ടാണ്. 5 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സൗത്ത് സോൺ, ഈസ്റ്റ് സോൺ, വെസ്റ്റ് സോൺ, നോർത്ത് സോൺ ആൻഡ് സെൻട്രൽ സോൺ. നമ്മുടെ കേരളം വരുന്നത് സൗത്ത് സോൺ കാറ്റഗറിയിലാണ്. നിലവിൽ 6 ടീമായിട്ടാണ് ISPL കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഈ വർഷത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ 8 ടീമായിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈലി ടാലന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് സൗത്ത് സോണിൽ കേരളത്തിലാണുള്ളത്. അപ്പോൾ ഒരു ടീമിൽ ഒരു സോണിൽ നിന്ന് 2 പ്ലെയർ നിർബന്ധമായിട്ടും കളിച്ചിരിക്കുന്ന റൂൾ ISPL വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ചാൻസ് ആണ്, ഒരു കാരണവശാലും മിസ്സാക്കരുത്. കേരളത്തിൽ 3 സിറ്റിയാണ് അവർ ട്രയൽസിന് വേണ്ടി അനൗൺസ് ചെയ്തിട്ടുള്ളത്: കാലിക്കറ്റ്, കൊച്ചി, ട്രിവാൻഡ്രം. അപ്പൊ ISPL പോലുള്ള ഒരു ലീഗ് കളിച്ചുകൊണ്ട് എന്താ ഗുണം? നിങ്ങൾക്ക് അതിൽ ഫ്യൂച്ചർ ഉണ്ടോ, കരിയർ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം BCCI അണ്ടറില് ഒരു ടെന്നീസ് ബോൾ ടൂർണമെന്റ് കളിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ടൂർണമെന്റ് ISPL, ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ്. 3 ലക്ഷം രൂപ ഇന്ത്യൻ മണി. നിങ്ങൾ ISPL രജിസ്റ്റർ ചെയ്ത് ഓപ്ഷനിലെത്തി ഫ്രാഞ്ചൈസി നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഏതൊരു പ്ലെയറും കിട്ടുന്ന ബേസ് വാല്യൂ 3 ലക്ഷം രൂപ. അത് ആദ്യത്തെ 2 സീസൺ 3 ലക്ഷമായിരുന്നു. 3-ാമത്തെ സീസൺ അവർ ഓൾറെഡി അനൗൺസ് ചെയ്തു. അത് 5 ലക്ഷമായി ഉയർത്താന്നാണ് അവർ ഏകദേശം ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോഴും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. എന്നിരുന്നാലും ഇതൊരു നിസ്സാര തുകയല്ല. ഒരു ടെന്നീസ് ബോൾ കളിക്കുന്ന പ്ലെയറെ സംബന്ധിച്ച് ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയറിൽ എത്തി അവൻ പ്രൊഫഷണൽ ആയിട്ട് അവര് കൊണ്ടുപോകുന്ന പ്ലെയർക്ക് ഈ 3 ലക്ഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു എമൗണ്ട് ആണ്. കുറെ പേർക്ക് സംശയമുണ്ട് ISPL ഇടുന്ന ഓപ്ഷൻ എമൗണ്ട് ജെനുവിൻ ആണോ, ശരിക്കുള്ള പൈസയാണോ, അത് പോയിന്റ് ആണോ എന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. നാട്ടിൽ ഒരുപാട് ലീഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് 1 ലക്ഷം പോയിന്റ്, 1 കോടി പോയിന്റ് എന്ന സംഭവം. അതൊന്നും എമൗണ്ട് അല്ല, അത് ഓപ്ഷൻ പോയിന്റ് മാത്രമാണ്. പക്ഷെ ISPL അങ്ങനെയല്ല. ISPL ഞാൻ നേരത്തെ പറഞ്ഞു, മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടൂർണമെന്റ്. അത് എല്ലാത്തിനും രേഖയും കണക്കും കൃത്യമായിട്ടുണ്ട്. നമുക്ക് ഓപ്ഷനിൽ എത്ര എമൗണ്ട് ആണ് അതിന്റെ 10% TDS, ടാക്സ് ഡിഡക്ടർ ഫ്രം സോഴ്സ്, അത് നമുക്ക് കട്ടായിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ഓൾറെഡി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. പക്ഷേ ഈ TDS നമുക്ക് തിരിച്ച് ക്രെഡിറ്റ് ആവും. നമുക്ക് ജൂലൈയിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്ങിലും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. ആ റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ 10% TDS നമുക്ക് റിട്ടേൺ ആയിട്ട് എമൗണ്ട് കയ്യിൽ കിട്ടും. ഹയസ്റ്റ് എമൗണ്ട് ഫസ്റ്റ് സീസൺ കിട്ടിയത് കരണംപാലയ്ക്ക് 27 lakhs ആണ്. ഒരു ടെന്നീസ് ബോൾ പ്ലെയർ കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് റെമ്യൂണറേഷൻ ഒറ്റ സീസൺ, അത് 2 ആഴ്ച കളി കിട്ടിയ എമൗണ്ട് ആണ് 27 lakhs. അപ്പോൾ ഡയറക്ട്ലി ക്രിക്കറ്റിന്റെ ദൈവം എന്നറിയപ്പെടുന്ന സച്ചിൻ തെണ്ടുൽക്കർ തന്നെയാണ് ISPLന്റെ കോർ മെമ്പർ, അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ അണ്ടറിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓണേഴ്സ് ഉണ്ട്. ഇപ്പോ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അമിതാഭ് ബച്ചൻ, സൂര്യ, അക്ഷയ് കുമാർ, രാം ചരൺ, ഇവരുടെ അണ്ടർഷിപ്പിൽ അല്ലെങ്കിൽ ഇവരുടെ ഓണർഷിപ്പിൽ നമുക്ക് കളിക്കാനുള്ള ഒരു അവസരമാണ് ISPL നമുക്ക് തരുന്നത്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കരുത്. അപ്പൊ ഫോണിലും ലഹരിക്കും അഡിക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ സ്പോർട്സ് ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പാരന്റ്സ് പരമാവധി അവരുടെ ടാലന്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലൊരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ അവരുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.